ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാവ്യ ടോക്കീസ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഓണം ഷോപ്പിങ്ങിനാണ്. ഇറ്റ്സ് എ ഹറി ബറി. നമുക്ക് 10 മണിക്ക് നമുക്കിപ്പോൾ പോകണം. നമ്മൾ കുറച്ച് തിരക്കിലാണ്. അപ്പം നമുക്ക് ഓണം ഷോപ്പിംഗ് ഓഫ് കോഴ്സ് നമ്മളൊരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് ആ ബഡ്ജറ്റിനുള്ളിലായിരിക്കും സാധനങ്ങൾ മേടിക്കുന്നത്. നമ്മൾ ഓവറായിട്ട് മേടിക്കാറില്ല. നമുക്ക് എല്ലാത്തിനും ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ മേടിക്കുകയുള്ളൂ. നമുക്ക് അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, കിച്ചു, കാശി, പിന്നെ ആദിഷിൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മുമ്മ, നമ്മുടെ അമ്മുമ്മ, പിന്നെ ആരാ, പിന്നെ ഞാൻ. ഇത്രയും പേർക്കാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. നമ്മൾ സ്വയംവരയിലായിരിക്കാം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിവേ, വെൽക്കം ടു മൈ വീഡിയോ. ഇപ്രാവശ്യം നമ്മൾ 2 ഷോപ്പിൽ നിന്നാണ് ഡ്രസ്സ് മേടിച്ചത്. ആദ്യം നമ്മൾ AM സിൽക്സിലേക്ക് പോയി, പിന്നെ നമ്മൾ സ്വയംവരയിൽ പോയി. AM സിൽക്സിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു, പിന്നെ സ്വയംവരയിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു. അപ്പം AM സിൽക്സിൽ നമ്മൾ ആദ്യം നേരെ സാരി സെക്ഷനിലോട്ടാണ് പോയത്. ഷോപ്പ് മൊത്തം ഓണം വൈബായിട്ടിരിക്കുകയാണ്. എല്ലാവരും സെറ്റ് മുണ്ടോ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ സാരി സെക്ഷനിൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. കോട്ടൺ സാരീസ്, അല്ലാത്ത സിൽക്ക് സാരീസ്, അങ്ങനെ കുറച്ച് വെറൈറ്റി ഓഫ് സാരീസ് ഒക്കെ നമ്മൾ കുറച്ച് നോക്കി. അതിന് നമ്മൾ ഒരു സാരി നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്തോളൂ. നമ്മൾ ഈ സാരിയാണ് നമ്മൾ അവിടുന്ന് എടുത്തത്. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ആൻഡ് ഒരു വയലറ്റ് കളർ, ഒരു പർപ്പിൾ കളർ കോമ്പിനേഷൻ. ആ സാരി നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ചുരിദാർ സെക്ഷനിലേക്കാണ് പോയത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ചുരിദാർ മെറ്റീരിയൽ എടുക്കാം. അങ്ങനെ കുറേ മെറ്റീരിയൽസ് നോക്കി. ബട്ട് നമുക്ക് മെറ്റീരിയൽസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ നമ്മളത് എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ കുറേ ഗൗണുകൾ നോക്കി. അപ്പം കുറച്ച് വെറൈറ്റി, കുറച്ച് രസമായിട്ടുള്ള ഗൗണൊക്കെ ഉണ്ട്. കുറച്ച് പാർട്ടി വെയർ ടൈപ്പ് ഓഫ് ഗൗണുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഗൗൺ നമ്മൾ എടുത്തു. ഇത് കുറച്ച് സറാറയാണ് കേട്ടോ. സറാറ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഞാൻ കുറച്ച് നോക്കി. ഇത് ഭയങ്കര രസമുണ്ട്, പക്ഷെ ഭയങ്കര പ്രൈസാണ് കേട്ടോ. 3000 ഒക്കെ പുറത്ത് വരും. അപ്പൊ നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മതിയല്ലോ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ. അപ്പൊ ഇപ്പോഴത്തെ ഒരു പർപ്പസിന് നമുക്ക് ആ ഡ്രസ്സ് വേണ്ട, അതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല. പക്ഷെ ഈ ഗൗൺ നമ്മൾ എടുത്തു അവിടുന്ന്. പിന്നെ ഞങ്ങൾ പോയത് റെഡിമെയ്ഡ് ചുരിദാർ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഈ യെല്ലോ ചുരിദാറും പിന്നെ ഒരു ഗ്രീൻ ചുരിദാറും നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്തു. അത്യാവശ്യം നല്ല സെലക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒരേ പാറ്റേൺ തന്നെയാണ്, ഡിഫറെന്റ് കളേഴ്സ് ആണെന്നേ ഉള്ളൂ. അതിന്റെ ഷോളൊക്കെ നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ടും എടുത്തു. പിന്നെ നമ്മൾ ചിൽഡ്രന്റെ സെക്ഷനിലോട്ടാണ് പോയത്. കുട്ടികളുടെ സെക്ഷനിൽ അത്ര കളക്ഷൻ കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്താണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഷർട്ട് സെലക്ട് ചെയ്യാനായിട്ടാണ്. ഷർട്ടിന്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കുറേ ഷർട്ടുകൾ നമ്മൾ നോക്കി. അതിൽ നിന്ന് നമ്മളൊരു 2 ഷർട്ട് സെലക്ട് ചെയ്തു. ഒരു ചെക്ക് ഷർട്ടും പിന്നെ ഒരു സിംഗിൾ കളർ വരുന്ന ഒരു ബ്ലൂ കളർ ഷർട്ട് നമ്മൾ എടുത്തു. ആൻഡ് ആ ബ്ലൂ കളർ ഷർട്ടിനൊരു മുണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മമാർക്ക് സെറ്റ് മുണ്ടും എടുത്തു. അപ്പോൾ അവർക്കായതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് കളർ ഉള്ള സെറ്റ് മുണ്ടൊക്കെയാണ് നോക്കിയത്. സെറ്റ് മുണ്ടിൻ്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഓണമായതുകൊണ്ട് തന്നെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയുടെ ഒക്കെ ഒരുപാട് വെറൈറ്റി എല്ലാ കടകളിലും കാണും. അടുത്ത് നമ്മൾ സ്വയംവരയിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ നമ്മൾ നേരെ കിഡ്സ് സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് കിച്ചുവിനും കാശിക്കുള്ള ഡ്രസ്സ് തപ്പിയെടുത്തു. ആ യെല്ലോ ഡ്രസ്സ് നമുക്ക് കിട്ടി. ആ യെല്ലോ ഡ്രസ്സിന് തന്നെ 2 പേർക്ക്, കിച്ചുവിനും കാശിക്കുള്ള നമ്മൾ എടുത്തു. പിന്നെ ഈ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തല്ല, ഞാൻ ചുമ്മാ കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറേ ഡ്രസ്സ് തപ്പി. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഗോവ വൈബുള്ള ഡ്രസ്സായിരുന്നു. അത് നമ്മൾ കാശിക്ക് എടുത്തു. പിന്നെ കിച്ചുവിന് വേറൊരു വൈറ്റ് ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ട്, അത് ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ആദ്യക്ക് ട്രെൻഡ്സിൽ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. എങ്കിലും നമ്മൾ ഇവിടുന്ന് നോക്കിയപ്പം 2 ടീഷർട്ട് കിട്ടി, അങ്ങനെ എടുത്തു. പിന്നെ എല്ലാ പ്രാവശ്യവും ഓണത്തിന് സാരി എടുക്കുമ്പോൾ അമ്മ പറയും അമ്മയ്ക്ക് ഒരുപാട് സാരി ഇരിപ്പുണ്ട്, സാരി മേടിക്കണ്ട, വെറുതെ മേടിക്കണ്ട എന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ 4-5 സാരി ആയിട്ട് അമ്മ വരുന്ന കാണാം. ഇപ്രാവശ്യവും അതുപോലെ തന്നെ. പക്ഷേ 2 സാരി വെച്ച് അമ്മ അഡ്ജസ്റ്റ് ചെയ്തു. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ 2 സാരിയാണ് അമ്മ എടുത്തത്. ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള 2 സാരി, കോട്ടൺ സാരിയാണ് അമ്മ എടുത്തത്. ആ യെല്ലോ ആൻഡ് ഈ കളർ, ഒരു പീച്ച് പോലെ വരുന്ന ഒരു കളർ സാരി എടുത്തു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളൊരു ഓട്ടോയിൽ കയറി നമ്മൾ സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ച് നമ്മൾ തിരിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോയി. കാരണം ടൈം ഒരുപാട്, ഒരു 1:30-2 മണിയോളം ആയിരുന്നു. സ്വയംവരയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.